ഇനി എങ്ങോട്ടാ പോകേണ്ടത്? ഇനി എന്താ വേണ്ടത്? ഇനിയും. ഇനിയും എന്ന് പറയാൻ ഹിന്ദിയിൽ സാധാരണ സംസാരിക്കുന്ന ഒരു വാക്കാണ് ഔർ. ഔർ ഇപ്പം നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ഫോൺ നെറ്റിൽ നിന്നൊക്കെ ഫോൺ ചെയ്യുമ്പോൾ കുടുങ്ങലെല്ലാവരും പിന്നെ എന്നിട്ട് പിന്നെ അറിയാലോ, അവിടെ പറയേണ്ട ഒരു വാക്ക് ഔർ എന്നാണ്. ഔർ ഔർ എന്നിട്ട് എന്ന് പറയാം ഔർ. അപ്പോൾ ഔർ കുച്ച് എന്നാണ് ചോദിക്കുക. ഔർ കുച്ച് എന്തെങ്കിലും, ഔർ കുച്ച് ഖിദ്മത്ത് കറുമേ, എന്തെങ്കിലും സേവനം ചെയ്യേണ്ടതുണ്ടോ? ഔർ ക്യാ ചെയ്യ ആപ്കോ, ഔർ ക്യാ ചെയ്യ ആപ്കോ, ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പം ഔർ ക്യാ ഹേ, ഇനി എന്താണ്? ഔർ കുച്ച് നെയ്യേ, ഇനി ഒന്നുമില്ല. ഔർ ക്യാ കറുമേ, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പം നിങ്ങൾ ഔറിൻ്റെ കുറേ ഭാഗമാണ്. ഔർ കഹാൻ ജാവും, ഇനി എങ്ങോട്ടാ പോവാ? ഔർ ക്യാ കരേ, ഇനി എന്താ നമ്മൾ ചെയ്യുക? ഔർ ക്യാ കരേ ഹം, ഔർ ക്യാ കരേ, ഞാൻ സ്വന്തം ഔർ ക്യാ കറുമേ, ഇനി എന്താ ഞാൻ ചെയ്യുക? ഇനി എന്നൊരർത്ഥത്തിനൊക്കെ വിവിധങ്ങളായ സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഔർ എന്ന് പറയുന്നത്. ഔർ ക്യാ ഹേ, എന്താ ഇനിയുള്ളത്? ഔർ കഹാ ഹേ, എന്താ ഇനി എവിടെയാണുള്ളത്? ഇങ്ങനെ പറയാം ഔർ ഔർ. ഔർ കഹാ ഗുമുമേ, ഇനി എവിടെ ഞാൻ പോവാ? ഔർ കഹാൻ ചെലുമേ, ഇനി എവിടെ എങ്ങോട്ടാ ഞാൻ പോവാ? ഔർ ക്യാ ദേഖൂ. അപ്പൊ ഔർ, പിന്നെ, ഇനി എന്ന അർത്ഥത്തിലുള്ള ഒരു ഔർ എന്ന ഉപയോഗം നമ്മൾ സാധാരണ നമ്മൾ പറയും എനിത്തിങ് എൽസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നതിന് പകരം ഇനി എന്താ വേണ്ടത് സാറേ എന്ന് ചോദിക്കാൻ ഔർ കുച്ച്, എത്രയുള്ളൂ, ഔർ കുച്ച്, ഔർ കോയ് ഖിദ്മത്ത് എന്നൊക്കെ പറയാം. ഓക്കെ, ഇങ്ങനെയുള്ള ഹിന്ദി യഥാർത്ഥ ഹിന്ദിക്കാർ പറയുന്നത് പോലെ സംസാരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഹിന്ദി യൂണിയൻ നിങ്ങൾ ഫോളോ ചെയ്യും.